ഹലോ ഗൈസ്, ഞാൻ ഈ ഉടുത്തൊരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ പറയാം. ഞാനൊരു കാർഡിയക് പെർഫ്യൂഷനിസ്റ്റ് ആണെന്ന് എന്നെ അറിയുന്ന കുറേ പേർക്ക് അറിയാമായിരിക്കും അല്ലേ. ഞങ്ങൾക്ക് കാർഡിയക് പെർഫ്യൂഷൻ്റെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ഡൽഹി വെച്ചിട്ട്. അതിനാണ് കേട്ടോ ഞാനീ പോകുന്നത്. പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ് എയർപോർട്ടിലേക്ക്. കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. കേരളത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ആദ്യത്തെ കോൺഫറൻസ് ആണ് കേട്ടോ ഇത്. കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛനെ കാണാതിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടമുണ്ട് മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തി. പിന്നെ ഒരു ഓട്ടമായിരുന്നു കേട്ടോ, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ ചുറ്റുമുള്ള കടകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടുത്തെ ലൈറ്റിൻ്റെ ആണോ എന്നറിയത്തില്ല, എന്തോ ഭയങ്കര ഭംഗിയാണ് അവിടെ കിടക്കുന്ന ഡ്രസ്സുകളും ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സൊക്കെ ആയിട്ട് നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിപ്പിടിച്ച് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ചാടിക്കയറിയിരുന്നു. എനിക്ക് മിഡിൽ സീറ്റാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് ആദ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഒന്നാമത് കാലൊന്ന് നേരെ നീട്ടി വെച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ മിഡിൽ സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ആരാന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. പിന്നെ കിട്ടിയ ഫുഡൊക്കെ തട്ടി കുറച്ച് സമാധാനത്തിലിരുന്നു. കിട്ടിയ കറിയും എനിക്കിഷ്ടമായില്ല. ചിക്കനും പിന്നെ അവിയലായിരുന്നു. അവിയൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ ലാൻഡ് ചെയ്ത സമയത്തുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള ക്ലൈമറ്റ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഈ ചൂടത്തുനിന്ന് ചെന്നിട്ടേ, തൃശ്ശൂർ നല്ല ചൂടല്ലേ, അവിടെ നിന്ന് ചെന്നിട്ട് അവിടെ ഭയങ്കര തണുപ്പ് നമ്മുടെ മുഖത്തേക്ക് അടിക്കുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ. പിന്നെ എയർപോർട്ടിൽ കുറേ പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തോരം പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, അതെന്തോരം വേസ്റ്റ് ആവുന്നുണ്ട്, അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി. പിന്നെ കുറേ നല്ല എയർപോർട്ട്, നല്ല ഭംഗിയുള്ള എയർപോർട്ടാണ് കേട്ടോ കാണാൻ വേണ്ടി. പക്ഷേ വലിയ എയർപോർട്ടാണ് ഡൽഹി എയർപോർട്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഡൽഹിയിൽ. പിന്നെ ഞങ്ങളൊരു ഊബറൊക്കെ വിളിച്ച് പയ്യെ യാത്ര തിരിച്ചു. എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന എൽഡ കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ് അവൾ. വണ്ടി കയറി കഴിഞ്ഞിട്ടാണ് കാര്യം മനസ്സിലായത്. നല്ല ബ്ലോക്കും ഭയങ്കര തിരക്കാണ് കേട്ടോ സിറ്റി. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റോഡുകളിൽ കൂടെയൊക്കെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് അവർ. ഒത്തിരി പൂക്കളുണ്ട് കേട്ടോ. ഈ ക്ലൈമറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം പൂത്ത് നിൽക്കുന്നുണ്ട്. എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ ഹോട്ടലിലേക്ക്. പക്ഷേ അധികം ദൂരം തോന്നിയില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇവർ റോഡ് സൈഡിലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് പെയിൻറ്റിങ് ഉണ്ട്. നല്ല രസം. മിക്ക സ്ഥലത്തും ഉണ്ട് കേട്ടോ. അത് ഒരുപാട് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്കതൊക്കെ കണ്ടിങ്ങനെ പോകുമ്പം ആദ്യമായിട്ട് പോകുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നില്ല. പിന്നെ അവസാനം ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇവിടെ അവിടെ ചെക്കിനൊക്കെ ചെയ്ത് പയ്യെ സെറ്റായി ഫ്രഷായി അടിപൊളിയായി പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നൈറ്റ് പോയി ഫുഡൊക്കെ കഴിച്ചു. വിശപ്പ് കാരണം അങ്ങനെ വീഡിയോ എടുക്കാനോ അതിനൊന്നും പറ്റിയില്ല. അത്യാവശ്യം നല്ല ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പം നമ്മുടെ നാട്ടിലെ ഫുഡൊന്നും കഴിക്കില്ല, അവിടുത്തെ തന്നെ ഫുഡുകൾ ട്രൈ ചെയ്യും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് പോയത്. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളും കോൺഫറൻസിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.